നമസ്കാരം. ഗ്രാമ്യോച്ച വാർത്തകളിലേക്ക് സ്വാഗതം. മഹിളാ കോൺഗ്രസ് അന്തിക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സായാഹ്ന ധർണ നടത്തി. വിലക്കയറ്റം തടയുക, ജലജീവൻ പദ്ധതിക്ക് വേണ്ടി വെട്ടിപ്പൊളിച്ച റോഡുകൾ സഞ്ചാരയോഗ്യമാക്കുക, മിഴിയടച്ച ഹൈമാസ്റ്റ് ലൈറ്റുകൾ കത്തിക്കുന്നതിന് നടപടി സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മഹിളാ കോൺഗ്രസ് അന്തിക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അന്തിക്കാട് നടയിൽ സായാഹ്ന ധർണ നടത്തിയത്. ധർണ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ സോയ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി റസിയ ഹബീബ് അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്തിലെ 12 ഹൈമാസ്റ്റ് ലൈറ്റുകളും മിഴിയടച്ചിട്ട് വർഷങ്ങൾ പലത് കഴിഞ്ഞിട്ടും പ്രകാശിപ്പിക്കാൻ ആവശ്യമായ നടപടി കൈക്കൊള്ളാതെയും തകർത്ത റോഡുകൾ നേരെയാക്കാതെയും വികസന പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ നടത്താൻ കഴിയാത്തതുമൂലം ഗ്രാമപഞ്ചായത്ത് ഭരണം ദയനീയമായി പരാജയപ്പെട്ടിരിക്കുകയാണെന്നും യോഗം കുറ്റപ്പെടുത്തി. മണ്ഡലം പ്രസിഡന്റ് കെ.ബി. രാജീവ്, ഗൗരി ബാബു മോഹൻദാസ്, ഷൈൻ പള്ളിപ്പറമ്പിൽ, ഷീജ ജോൺസൺ, വി കെ മോഹനൻ, അഡ്വക്കേറ്റ് സുരജ വിപിനൻ, രഘു നല്ലയിൽ, ഷീജ ജോൺസൺ, ഷീജ രാജു, സുധീർ പാടൂർ എന്നിവർ പ്രസംഗിച്ചു. മണലൂരിൽ സംയോജിത കൃഷിനടിൽ ഉത്സവം സംഘടിപ്പിച്ചു. കേരള കർഷക സംഘം കാഞ്ഞാണി കനാൽ യൂണിറ്റിൻ്റെയും മണലൂർ സർവീസ് സഹകരണ ബാങ്ക് നമ്പർ 31ൻ്റെയും സംയുക്ത സഹകരണത്തോടെ 50 സെൻറ്റിൽ വിവിധ പച്ചക്കറികൾ നട്ടു. പച്ചമുളക്, തക്കാളി, വഴുതന, പയറ്, ചീര, വെള്ളരി, മത്തൻ, കുമ്പളം എന്നീ ഇനങ്ങളാണ് കൃഷി ഇറക്കിയത്. സംയോജിത കൃഷി മണലൂർ ഏരിയ ചെയർമാൻ സി കെ വിജയൻ ഉദ്ഘാടനം ചെയ്തു. കേരള കർഷക സംഘം ഏരിയ സെക്രട്ടറി വി എൻ സുർജിത്ത് അധ്യക്ഷത വഹിച്ചു. ബാങ്ക് പ്രസിഡന്റ് പി എസ് പ്രസാദ്, എം കെ സദാനന്ദൻ, കെ വി ഡേവിസ്, സി ആർ രമേശ്, ഷേർലി റാഫി, എം വി ഭാസ്കരൻ, പി ഗോവിന്ദൻകുട്ടി, സി ആർ ഗിരിജാവല്ലഭൻ എന്നിവർ സംസാരിച്ചു. വിഷുവിനെ വിളവെടുത്ത് സംയോജിത കൃഷി കൂട്ടായ്മയുടെ താൽക്കാലിക വിപണിയിൽ ഇവ വിറ്റഴിക്കും. പച്ചക്കറി തൈകൾ ആവശ്യമുള്ള മണലൂർ വില്ലേജ് പരിധിയിലുള്ളവർ മണലൂർ കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് സൗജന്യമായി നടീൽ വസ്തുക്കൾ നൽകുമെന്നും അധികൃതർ അറിയിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റായിരുന്ന ടി നസറുദ്ദീൻ സാഹിബിനെ സ്മൃതി ദിനത്തിൽ വാടാനപ്പള്ളി മർച്ചന്റ് അസോസിയേഷൻ അനുസ്മരിച്ചു. അസോസിയേഷൻ ജനറൽ സെക്രട്ടറി മൊയ്തീൻ ചാരുത ആമുഖ പ്രഭാഷണം നടത്തി. അസോസിയേഷൻ പ്രസിഡന്റ് വി ആർ അരുണൻ നസറുദ്ദീൻ സാഹിബിനെ അനുസ്മരിച്ചു. സാഹിബിൻ്റെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങൾ അദ്ദേഹം വിശദീകരിച്ചു. സംസ്ഥാന കൗൺസിൽ അംഗം വി എസ് സുഗതൻ, അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് കൃഷ്ണമൂർത്തി, ധന്യ, ട്രഷറർ അബ്ദുൽ ജബ്ബാർ അറക്കൽ, സൊസൈറ്റി ട്രഷറർ മേരി ലോനപ്പൻ, യൂത്ത് വിംഗ് പ്രസിഡന്റ് ജോസഫ് പള്ളിക്കുന്നത്ത്, സൊസൈറ്റി സെക്രട്ടറി സലീം ബ്രീസ് എന്നിവർ സംസാരിച്ചു. നേരത്തെ പുഷ്പാർച്ചനയും നടത്തി. ഗോവയിൽ നടന്ന ദേശീയ മാസ്റ്റേഴ്സ് കായികമേളയിൽ കേരളത്തിന് വേണ്ടി 200 മീറ്റർ റേസിലും 400 മീറ്റർ റേസിലും 100x4 400x4 റിലേയിലും ആയി ബിൻസി മോഹൻ 4 സ്വർണ്ണ മെഡലുകൾ നേടി. BSNL തൃശ്ശൂർ ജില്ലയിലെ കണ്ടശാങ്കടവ് ക്ലസ്റ്ററിൽ JTO BBM ആണ്. 2025 തായ്പേയിൽ നടക്കാനിരിക്കുന്ന ഇൻ്റർനാഷണൽ മാസ്റ്റേഴ്സ് കായികമേളയിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ബിൻസി മോഹൻ മത്സരിക്കും. നാട്ടിക സ്പോർട്സ് അക്കാദമിയിലെ കണ്ണൻ മാഷ്ടെ കീഴിലാണ് ബിൻസി പരിശീലനം നടത്തിയത്. തൃശൂർ ജനറൽ ആശുപത്രി ബ്ലഡ് ബാങ്കിലെ അതീവ ഗുരുതരമായ രക്തക്ഷാമം പരിഹരിക്കുന്നതിനായി പുത്തൻപീടികയിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. കാരുണ്യ വെൽഫെയർ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെയും BDK തൃശ്ശൂരിൻ്റെയും നാട്ടിക SN കോളേജിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ തൃശ്ശൂർ ജനറൽ ആശുപത്രി ബ്ലഡ് ബാങ്കിലെ അതീവ ഗുരുതരമായ രക്തക്ഷാമം പരിഹരിക്കാനായാണ് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത്. ചലച്ചിത്ര സംവിധായകൻ ഷൈജു അന്തിക്കാട് ഉദ്ഘാടനം നിർവഹിച്ചു. വാർഡ് മെമ്പർ മിനി ആൻഡോ അധ്യക്ഷത വഹിച്ചു. UBA കോർഡിനേറ്റർ AS പ്രിയങ്ക, BDK തൃശ്ശൂർ കോർഡിനേറ്റർ P അജിതൻ, കാരുണ്യ വെൽഫെയർ സെക്രട്ടറി മുരുകൻ അന്തിക്കാട്, പ്രസിഡന്റ് ഡോക്ടർ പാപ്പച്ചൻ ആന്റണി എന്നിവർ പങ്കെടുത്തു. പെരിങ്ങോട്ടുകര ദേവസ്ഥാനം ശ്രീ വിഷ്ണുമായ ക്ഷേത്രത്തിൽ പ്രതിവാര സംഗീത നൃത്ത പരിപാടികൾ നടന്നു. ഞായറാഴ്ച രാവിലെ ദക്ഷിണാമൂർത്തി സംഗീത മണ്ഡപത്തിൽ സൃഷ്ടി ദേശാക്ഷി, സിദ്ധാന്ദ്ര ചൊക്കലിംഗം, ബാംഗ്ലൂർ എന്നിവർ അവതരിപ്പിച്ച കുച്ചിപ്പിടി, വിഷ്ണു ശിവദാസ് ശർമ്മ, ആർദ്ര സത്യൻ, ജയലക്ഷ്മി ജയൻ, ഹരിത TK എന്നിവർ അവതരിപ്പിച്ച ഭരതനാട്യാർപ്പണം എന്നിവ അരങ്ങേറി. ജാതിമതഭേദമന്യേ എല്ലാ കലാകാരന്മാർക്കും ദക്ഷിണാമൂർത്തി മണ്ഡപവേദിയിൽ എല്ലാ ഞായറാഴ്ചകളിലും സൗജന്യമായി കലാപരിപാടികൾ അവതരിപ്പിക്കുവാൻ അവസരമുണ്ടായിരിക്കുമെന്ന് ദേവസ്ഥാനം PRO ഹരിദാസ് അറിയിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.